Hi friends, welcome to Insignia English. I am Prasida Santosh. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഡു ആൻഡ് ഡസ് ആണ്. ഈ ഒരു ടോപ്പിക് കഴിഞ്ഞ എപ്പിസോഡ്, അതായത് എപ്പിസോഡ് 7 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ, അതായത് 9 സിറ്റുവേഷൻസിൽ നമുക്ക് ഡു ഡസ് വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ എപ്പിസോഡ് 7 ഒന്ന് കാണാൻ നോക്കാം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലാണ് നമ്മൾ ഈ ഡു ഡസിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡു ഡസിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അതിൽ സിറ്റുവേഷൻ വരുന്നത് വാണ്ടാണ്. നമുക്ക് വാണ്ട് വെച്ചിട്ട്, അതായത് ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമാണോ എന്ന് നമുക്ക് ചോദിക്കണം. അപ്പോൾ വാണ്ടാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ഡൂലും ഡസിലൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദ്യം വരുന്നത്. നമുക്ക് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യം എന്നുള്ളതാണ്. നമുക്ക് ആവശ്യം, അതായത് നമ്മളൊക്കെ പറയില്ലേ, എനിക്കിത് വേണം, അത് വേണം, എനിക്ക് ചായ വേണം, കോഫി വേണം, അങ്ങനെ വേണം എന്നുള്ളത് പറയുന്ന സാധനങ്ങളാണ് നമുക്ക് വാണ്ടിൽ വെക്കേണ്ടത്. പിന്നെ അതിനൊരു ആഗ്രഹം എന്നുള്ള ഒരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. വാണ്ടിന് ആഗ്രഹം എന്നുള്ളൊരു അർത്ഥമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആവശ്യമാണോ, കൂടുതൽ നമ്മൾ വേണമെന്ന് പറയാം, നമ്മൾ എടുത്തിങ്ങനെ ആവശ്യമാണോ എന്ന് ചോദിക്കാറില്ല. അപ്പോൾ വേണമെന്നോ അല്ലെങ്കിൽ ആവശ്യമാണോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഈ ഡൂലും ഡസിലും വെച്ചിട്ട് ചോദിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരാളുടെ അടുത്താണ് നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് കാറ് വേണോ എന്ന് നമുക്ക് ചോദിക്കണം. അപ്പോൾ നീയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നീ വരുമ്പോൾ യു ആണ്. യു പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഡു ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് മൈൻഡിൽ ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഡു യു വാണ്ട് എ കാർ? നിനക്ക് ഒരു കാറ് വേണോ? നിനക്ക് ഒരു ബൈക്ക് വേണോ എന്ന് നമുക്ക് ചോദിക്കണം. ഡു യു വാണ്ട് എ ബൈക്ക്? നിനക്ക് ഒരു ബൈക്ക് വേണോ? ഇവിടെ എയും ആൻഡിയും അർത്ഥം ഒരു എന്നുള്ളതാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ബൈക്ക് വേണോ എന്ന് ചോദിക്കണമായിരുന്നു. അതുകൊണ്ട് ഡു യു വാണ്ട് എ ബൈക്ക്? നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇതുപോലെ ചോദിക്കാം കേട്ടോ. എനിക്ക് ചോദിക്കേണ്ടത് ആ വ്യക്തിക്ക് ചായ വേണോ എന്ന് ചോദിക്കണം. ഇത്രയാണ് ചോദിക്കാനുള്ളൂ. ഡു യു വാണ്ട് എ കപ്പ് ഓഫ് ടീ? നമുക്ക് ചായ വേണോ എന്നാണ്, നിനക്ക് ചായ വേണോ എന്നാണ് നമ്മളിവിടെ ചോദിച്ചത്. അപ്പോൾ കപ്പ് ഓഫ് ടീ എന്നുള്ളത് ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചായയും കാപ്പിയൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോൾ കപ്പ് ഓഫ് ടീ, കപ്പ് ഓഫ് കോഫി എന്ന് വെക്കുന്നതാണ് ശരിയായിട്ടുള്ളൊരു യൂസേജ്. ഇപ്പോൾ പെട്ടെന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡു യു വാണ്ട് ടീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബെറ്റർ എന്തായാലും കപ്പ് ഓഫ് ടീ, കപ്പ് ഓഫ് കോഫി എന്ന് വെക്കുന്നതാണ്. അതിന് റീസണൊക്കെ ഉണ്ട് കേട്ടോ. അത് അൺകൗണ്ടബിൾ നൗണിലൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അതൊക്കെ പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇത്രയും ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു ഗ്ലാസ് വെള്ളം വേണോ എന്ന് നമുക്ക് ചോദിക്കണം. ഡു യു വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ? നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണോ എന്നാണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് ഒരു ബർഗർ വേണോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഡു യു വാണ്ട് എ ബർഗർ? നിനക്ക് ബർഗർ വേണോ? നമ്മൾ ചോദിക്കുകയാണ്, നിനക്കൊരു 1000 രൂപ വേണോ എന്ന് നമുക്ക് ചോദിക്കണം. ഡു യു വാണ്ട് 1000 റുപ്പീസ്? അത്രയേ ഉള്ളൂ, നിനക്ക് 1000 റുപ്പീസ് വേണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിച്ചത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്കിലാണ് നമ്മൾ ഡു യുയിലൊക്കെ ചോദിക്കുക. ഡു യു വാണ്ടൊക്കെ വെച്ച് ചോദിക്കുക. അതായത് നമ്മൾ ഒഫീഷ്യലായിട്ടില്ലേ, നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ടുള്ള സംസാരത്തിലൊക്കെ പരമാവധി ഡു യു വാണ്ട് എന്നുള്ള ഈ ഒരു സെൻറ്റൻസുകൾ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. അവിടേക്ക് ആണെങ്കിൽ വളരെ നല്ല, വേറെ കുറച്ചും കൂടി നല്ല ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇത് കുറച്ച് ഫ്രണ്ട്ലി ടോക്കിൽ, അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ കൂടുതലും ഡു യു വാണ്ട് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്കിപ്പോൾ അനിയത്തിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ബ്രദർ ചോദിക്കുകയാണ്, നിനക്ക് ഫോൺ വേണോ, നിനക്ക് ഐഫോൺ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഡു യു വാണ്ട് എൻ ഐഫോൺ? നിനക്ക് ഐഫോൺ വേണോ? നമുക്ക് എന്ത് സാധനം വേണമെന്ന് ചോദിക്കാം. നിനക്ക് ഇംഗ്ലീഷ് നോട്ട്ബുക്ക് വേണോ? ഡു യു വാണ്ട് എൻ ഇംഗ്ലീഷ് നോട്ട്ബുക്ക്? ഇംഗ്ലീഷ് നോട്ട്ബുക്ക് വേണോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വേണോ, എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ചോദിക്കാം. നിനക്കൊരു പേന വേണോ എന്നാണ് ചോദ്യം. ഡു യു വാണ്ട് എ പെൻ? നിനക്ക് ഒരു പേന വേണോ? ഇവിടെ നമ്മൾ ചോദിച്ചത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ. നമുക്ക് ആൻസറും ചെയ്യണ്ടേ. ഞാനിവിടെ ആൻസർ പറഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് ശരിയാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആൻസർ ഒന്നും പറയാതിരുന്നത്. നമുക്കൊന്നും കൂടി നോക്കാം, ഈ ക്വസ്റ്റ്യൻസിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് നോക്കാം. അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഡു യു വാണ്ട് എ കാർ? നിനക്ക് ഒരു കാറ് വേണോ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ പൊതുവെ വേണം എന്നുള്ളവർ എങ്ങനെയായിരിക്കും പറയുക? യെസ് എന്ന് പറയും. അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ എന്ന് പറയും.
നമുക്ക് ആദ്യം യെസ് പറഞ്ഞ് പഠിക്കാം കേട്ടോ. അങ്ങനെയാവുമ്പോൾ യെസ് ഐ വാണ്ട് എ കാർ. അതെ, അല്ലെങ്കിൽ എനിക്കൊരു കാർ വേണം. എനിക്ക് വാണ്ട് വേണം എ കാർ. ഐ വാണ്ട് എ കാർ. എനിക്കൊരു കാർ വേണം. ഇനി നോയാണെങ്കിൽ എന്തായിരിക്കും? നോ ഐ ഡോണ്ട് വാണ്ട് എ കാർ. ഈ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് എന്തായാലും നോ എന്ന് നമ്മൾ ചോദിച്ചു. നോ ഐ ഡോണ്ട് വാണ്ട് എ കാർ. എനിക്ക് കാറ് വേണ്ട. എത്രയേ ഉള്ളൂ. രണ്ടും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട കേട്ടോ. ഞാനിപ്പോൾ തരുമ്പോൾ രണ്ടും കൂടി തരുന്നു എന്നേ ഉള്ളൂ. ഓരോരുത്തരും ആദ്യം യെസ് എന്നുള്ളത് പറഞ്ഞ് ഓക്കെ അതിന് ശേഷം നോയിലേക്ക് കടന്നാൽ മതി കേട്ടോ. അവിടെ ഞാൻ ഡോണ്ട് പറഞ്ഞു, അത് ഡു നോട്ടിൻ്റെ ഷോർട്ട് ഒരു കോൺട്രാക്ഷൻ ആണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പറയുന്നു, ഡു നോട്ട് എന്നുള്ളതിൻ്റെ കോൺട്രാക്ഷനാണ് നോ ഐ ഡോണ്ട് വാണ്ട് എ കാർ. എനിക്ക് കാറ് വേണ്ട. നമ്മളൊരാളോട് ചോദിക്കുകയാണ് നിനക്ക് ബൈക്ക് വേണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും, ഡു യു വാണ്ട് എ ബൈക്ക്. നിനക്ക് ഒരു ബൈക്ക് വേണോ? വേണമെന്ന് വെച്ചാൽ എന്താ പറയുക? യെസ് ഐ വാണ്ട് എ ബൈക്ക്. എനിക്ക് ഒരു ബൈക്ക് വേണം. ഇനി വേണ്ട എന്ന് പറയുന്നവർക്ക് എങ്ങനെയായിരിക്കും? നോ ഐ ഡോണ്ട് വാണ്ട് എ ബൈക്ക്. എനിക്ക് ബൈക്ക് വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഡു നോട്ട് എന്നുള്ളത് വരാൻ കാരണം ക്വസ്റ്റ്യൻ ഡൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ നോട്ട് പറയുമ്പോൾ ആ ഡൂവിൽ തന്നെ പറയാം. ഡിഡിലാണ് ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ നോട്ട് പറയുമ്പോൾ ഡിഡിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാറിപ്പോവില്ല. ഡു നോട്ട് എന്ന് തന്നെയായിരിക്കും വെക്കുക. കാരണം ഡൂവിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡൂവിൽ തന്നെയായിരിക്കും നോട്ട് ചേർക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇനി ചോദിക്കുകയാണ്, ഡു യു വാണ്ട് 1000 റുപ്പീസ്. നിനക്ക് 1000 രൂപ വേണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പറയാണ് അതെ എനിക്ക് വേണം, എനിക്ക് 1000 രൂപ വേണം എന്നാണെങ്കിൽ യെസ് ഐ വാണ്ട് 1000 റുപ്പീസ്. എനിക്ക് 1000 രൂപ വേണം. ഇനിയിപ്പോൾ നമ്മൾ നോയാ പറയുന്നെങ്കിലോ? നോ ഐ ഡോണ്ട്. ഡു നോട്ടിൻ്റെ ഷോർട്ട് കോൺട്രാക്ഷൻ വന്നത് ഐ ഡോണ്ട് വാണ്ട് 1000 റുപ്പീസ്. എനിക്ക് 1000 റുപ്പീസ് വേണ്ട. നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് ബർഗർ വേണോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു വാണ്ട് എ ബർഗർ. നിനക്ക് ഒരു ബർഗർ വേണോ? വേണം എന്നാണെങ്കിൽ യെസ് ഐ വാണ്ട് എ ബർഗർ. എനിക്ക് ബർഗർ വേണം. ഇനി വേണ്ടാന്നാണെങ്കിലോ? നോ ഐ ഡോണ്ട് വാണ്ട് എ ബർഗർ. എനിക്ക് ബർഗർ വേണ്ട എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി ചോദിക്കുന്നത് നിനക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വേണോ എന്നാണ് ചോദ്യം. ഡു യു വാണ്ട് എൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ആൻസർ എന്താണ്? യെസ് ഐ വാണ്ട് എൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. എനിക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വേണം. വേണ്ടാന്നാണെങ്കിൽ നോ ഐ ഡോണ്ട് വാണ്ട് എൻ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വേണ്ട. ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ഓരോ സാധനങ്ങളും വേണോ എന്നുള്ളത് ചോദിച്ചു നോക്കുക. നമ്മളിപ്പോൾ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളോട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്നിട്ട് ആൻസർ പറയാൻ നോക്കുക. ആദ്യം ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്യേണ്ട. യെസ് പറഞ്ഞ് വളരെ ഓക്കെ അതിന് ശേഷം മാത്രം നോയിലേക്ക് പോയാൽ മതി കേട്ടോ. കാരണം രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കുറച്ച് ഡിസ്റ്റർബൻസ്, അതായത് കുറച്ച് ബുദ്ധിമുട്ട്, അതായത് കുറച്ച് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അത് ബ്രെയിനിന് എന്തായാലും ഇഷ്ടമാവില്ല. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കും, ഇത് ടഫാണ്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്, എനിക്ക് മാറിപ്പോകുന്നു എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ അത് ചെയ്യണം. അത് തുടക്കത്തിൽ ചെയ്യാതെ നമുക്ക് നന്നായിട്ട് മനസ്സിലായതിന് ശേഷം ഡിഫിക്കൽട്ടായിട്ടുള്ള സെൻറ്റൻസിലേക്ക് കടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും ചെയ്യും. നമുക്ക് തന്നെ തോന്നും ഇത് വളരെ സിമ്പിളാണല്ലോ, എനിക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ ഇപ്പോൾ ചോദിച്ചത്. നമ്മൾ സാധനങ്ങളാണ്. ഞാൻ ഡെസ് ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ഡെസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, അതായത് എപ്പിസോഡ് 7 തന്നെ പറഞ്ഞു, ഡെസ് ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. ഡു വെച്ചിട്ടാണ്, അതും കൂടുതൽ നീ അത് ചെയ്തോ നീ ഇത് ചെയ്തോ എന്നാണ് ഞാൻ അതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം വേറെ ഒന്നല്ല, എല്ലാം കൂടി മിക്സ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിന് തന്നെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഒരാളുടെ അടുത്ത് നിനക്കത് വേണോ ഇത് വേണോ എന്ന് ചോദിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇത് സാധനങ്ങളല്ലേ ചോദിച്ചത്. ഇപ്പോൾ കാറ്, അതായത് ബർഗർ, അങ്ങനെയുള്ള ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങൾ വേണമെന്നാണ് ചോദിച്ചത്. ഇത് സാധനങ്ങളല്ലേ. ഇനി നമ്മൾ കുറച്ച് വെർബ് വേണമെന്ന് ചോദിക്കാം. അതായത് നിനക്ക് പഠിക്കണോ, നിനക്ക് എഴുതണോ, നിനക്ക് പോകണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ് നിനക്ക് പഠിക്കണോ. അപ്പോൾ പഠിക്കുക എന്നുള്ളതിൻ്റെ വേർഡ് സ്റ്റഡി എന്നാണ്. അത് ഒറ്റയ്ക്ക് യൂസ് ചെയ്യരുത് കേട്ടോ. ടു സ്റ്റഡി തന്നെ വെക്കണം. അതായത് ചോദ്യം ഇതാണ്, നിനക്ക് പഠിക്കണോ. ഡു യു വാണ്ട് ടു സ്റ്റഡി. നിനക്ക് പഠിക്കണോ. യെസ് ഐ വാണ്ട് ടു സ്റ്റഡി. അതെനിക്ക് പഠിക്കണം. നോ ആണെങ്കിലോ? നോ
ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി. എനിക്ക് പഠിക്കണ്ട കേട്ടോ. ഡു യു വാണ്ട് ടു റീഡ്? നിനക്ക് വായിക്കണോ? യെസ് ഐ വാണ്ട് ടു റീഡ്. എനിക്ക് വായിക്കണം. നോ ഐ ഡോണ്ട് വാണ്ട് ടു റീഡ്. ഐ ഡോണ്ട് വാണ്ട് ടു റീഡ്. എനിക്ക് വായിക്കണ്ട. ഡു യു വാണ്ട് ടു പ്ലേ ഫുട്ബോൾ? നിനക്ക് ഫുട്ബോൾ കളിക്കണോ? യെസ് ഐ വാണ്ട് ടു പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കണം. നോ ആണെങ്കിൽ നോ ഐ ഡോണ്ട് വാണ്ട് ടു പ്ലേ ഫുട്ബോൾ. നിനക്ക് അവിടെ പോകണോ എന്നാണ് ചോദ്യം. ഡു യു വാണ്ട് ടു ഗോ ദർ? നിനക്ക് ദർ എന്നുള്ളത് അവിടെ എന്നുള്ളതാണ്. അപ്പോൾ നിനക്ക് അവിടെ പോകണോ? യെസ് ഐ വാണ്ട് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകണം. നോ ആണെങ്കിലോ നോ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ദർ. എനിക്ക് അവിടെ പോകണ്ട. ഇതുപോലെയുള്ള ഏത് കാര്യങ്ങളും നിനക്കത് ചെയ്യണോ? ഡു യു വാണ്ട് ടു ഡു ദാറ്റ്? ഡു എന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതാണ് വെർബായിട്ട് വരുമ്പോഴുള്ള അർത്ഥം. ഡു യു വാണ്ട് ടു ഡു ദാറ്റ്? നിനക്കത് ചെയ്യണോ? യെസ് ഐ വാണ്ട് ടു ഡു ദാറ്റ്. എനിക്കത് ചെയ്യണം. വേണ്ടതാണെങ്കിൽ നോ ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. അതുപോലെ നമുക്ക് എത്ര വേർഡ്സ് അറിയാമോ അത്രയും സെൻറ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ കുറേ വേർഡ്സുകൾ, അതൊരു 50 വേർഡ്സ് ഇംഗ്ലീഷിൽ വരുന്നത്, വേർബ്സ് വരുന്നത് ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ ഈ കാര്യങ്ങൾ തന്നെ ആ വെർബ് വെച്ചിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നമുക്ക് കുറേ സെൻറ്റൻസ് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും, നമുക്ക് സ്പീഡ് വരും. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. അതൊരു 10 മിനിറ്റ് ആണെങ്കിലും എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്കത് കൂടുതൽ എളുപ്പമായിട്ട് വരും. പക്ഷെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടു, പിന്നെ പ്രാക്ടീസ് ചെയ്തു, പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടു, പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ മറന്നു പോവുകയാണ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കുക. കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മളോട് തന്നെ, ഇപ്പോൾ നമ്മൾ മിററിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മളോട് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആരുടെയും ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു സമയം ഒന്നും വേണം. നമ്മളെപ്പോൾ ഫ്രീ ആകുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായിരിക്കുക കേട്ടോ. കാരണം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് ഒരു 2 മാസം കൊണ്ട് തന്നെ സംസാരിപ്പിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിരിക്കും. ഈ ഡു ഡസിൻ്റെ തന്നെ വാണ്ടിന് പകരം നീഡ് എന്നുള്ള ടോപ്പിക്കായിരിക്കും കേട്ടോ.